മഹീന്ദ്ര താർ റോക്സിന്റെ റീൽസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കാർ ഓഫ് ദിസ് ഇയർ എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 3 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മഹീന്ദ്ര താർ റോക്സ് എപ്പോൾ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 3 ഡോർ വന്നത് 2020 അപ്പോൾ ആക്ച്വലി മഹീന്ദ്രയ്ക്ക് 2021 അല്ലെങ്കിൽ 2022 ഈ ഒരു വാഹനത്തിന് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അവർ കൊണ്ടുവന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് അവർ കൊടുത്തത്. ദ റീസൺ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കാട്ടിലും ഒരു സെഗ്മെൻറ്റ് മുകളിലുള്ള ബയേഴ്സിനെ അട്രാക്ട് ചെയ്യണം. ഇതാണ് മഹീന്ദ്രയുടെ ആക്ച്വലി ഇൻറ്റൻഷൻ. അത് എത്രത്തോളം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വാഹനത്തിൻ്റെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ എക്സ്റ്റീരിയേഴ്സ്, ഇൻറ്റീരിയേഴ്സ്, അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് റിപ്പോർട്ടാണ്. എക്സ്റ്റീരിയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഫേഷ്യയിൽ വന്ന മേജറായിട്ടുള്ള മാറ്റം ഇതിൻ്റെ ആ ഒരു 6 സ്ലാറ്റ് ഗ്രില്ലാണ്. 3 ഡോർ താറിൻ്റെ ഏറ്റവും വലിയ ചീത്തപ്പേര് എന്താണെന്ന് വെച്ചാൽ ആ വാഹനത്തിന് എവിടേക്കോ റാംഗ്ലറിൻ്റെ വാഹനമായിട്ട് സാമ്യമുണ്ടെന്നാണ്. പക്ഷേ ആക്ച്വലി ആ ഒരു സംഭവം നമുക്ക് ഒരിക്കലും റോക്സിനകത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അത് ആക്ച്വലി അപ്രീഷിയേറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെഡ് ലാമ്പ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു C ടൈപ്പ് ഓഫ് DRLs വന്നിട്ടുണ്ട്. പക്ഷേ പ്രൊജക്ടറാണ് ഇതിനകത്ത് വന്ന ടെക്നോളജി. LED ഫോഗ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ബമ്പറിൻ്റെ ഷേപ്പിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വാഹനത്തിന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന രണ്ട് ചേഞ്ചസ്. ഒന്ന് ഗ്രില്ലും അതുപോലെ തന്നെ ഒരു പുതിയ ഹെഡ് ലാമ്പ്സിൻ്റെയാണ്. ഇനി സൈഡിലേക്ക് വരുമ്പോഴാണ് വാഹനം മൊത്തത്തിൽ മാറിയത്. ഏറ്റവും വലിയ പ്രത്യേകത അതിനകത്ത് വന്ന 19 ഇഞ്ച് ഓഫ് അലോയ്സ് ആണ്. അപ്പോൾ ഈ അലോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ വേർഷൻ പോലെയല്ല. അപ്പോൾ ഡയമണ്ട് കട്ട് അലോയ്സിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും 3 ഡോർ താറിൻ്റെ അലോയിൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്കെവിടെയോ അത് അത്ര സുഖം തോന്നിയില്ല. ഇനി എടുത്തു പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാച്ചർ ആംഗിൾ, അതുപോലെ റോൾ ഓവർ ആംഗിൾ, ഈ 3 ആംഗിളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് വാഹനത്തിന് നമുക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് കൂടിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ A പില്ലർ, B പില്ലറിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ C പില്ലറിൻ്റെ അവിടെ ആ ഒരു ഷേപ്പ് കാണുമ്പോൾ മിക്ക ആളുകളും പറഞ്ഞു വെച്ചാൽ അത് റോൾ ഓവർ ഗേജ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ഹാർഡ് ടോപ്പ് അല്ല, അതൊരു സോഫ്റ്റ് ടോപ്പ് വേർഷൻ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വരുന്ന റോൾ ഓവർ ഗേജിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. ഈ വാഹനത്തിനകത്ത് ഹാർഡ് ടോപ്പ് ഒന്നും വരുന്നില്ല, മെറ്റൽ റൂഫാണ്. കാരണം എന്താ വെച്ചാൽ ഈ വാഹനത്തിനകത്ത് നമുക്ക് സൺ റൂഫ് അവൈലബിൾ ആണ്, അതും പാനറോമിക് സൺ റൂഫ്. സോ പാനറോമിക് സൺ റൂഫ് ഒരിക്കലും ഒരു ഹാർഡ് ടോപ്പിൽ കൊടുക്കാൻ സാധിക്കില്ല. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ C പില്ലറിൻ്റെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്റ്റൻഷൻ ഹെഡ് റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റൻഷൻ ഹെഡ് റൂം കാരണം നമുക്ക് അകത്ത് ഇഷ്ടം പോലെ സ്പേസ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ഹൈറ്റ് 6 ഫൂട്ടാണ്. ഞാൻ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള സീറ്റ് മാക്സിമം ഹൈറ്റിൽ വെച്ചിട്ട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും സ്പേസ് ഉണ്ട്. അതായത് എൻ്റെ തലയുടെ മുകളിൽ ഒരു തലം കൂടി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. സോ റിയർ എൻഡിൽ ആ ഒരു സ്പേസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തിട്ടുള്ളത്. സോ ഹിറ്റ് ഓർ മിസ്സാണ്. അപ്പോൾ ഇനീഷ്യലി മിസ്സായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഹനം 2-3 ദിവസമായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു C പില്ലർ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് അത്രത്തോളം സ്പേസ് കിട്ടും. സോ ഈ വാഹനത്തിനകത്ത് 644 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ റിയറിൽ വന്ന മേജറായിട്ടുള്ള മാറ്റം ഇതിനകത്ത് വന്ന ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ LED ആയിട്ടുണ്ട്. അതുപോലെ സ്പെയർ ടയറിൻ്റെ അകത്ത് ഒരു ക്യാമറ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാരിറ്റിയുടെ കേസിൽ നമുക്കൊന്നും പറയാനില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള റിയർ എൻഡിലെ മാറ്റം. പിന്നെ സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തതെന്ന് വെച്ചാൽ ഈ വാഹനത്തിന് സ്കോർപ്പിയോനെ കാട്ടിലും, സ്കോർപ്പിയോ എന്നിനെ കാട്ടിലും ലെങ്ത്ത് കൂടുതലുണ്ട്, അതുപോലെ വിഡ്ത്ത് കൂടുതലുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് 644 ലിറ്റർ ഓഫ് സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത് ബൂട്ടിൽ. സോ ഏറ്റവും വലിയ പരാതിയായിരുന്നു താറിൻ്റെ അകത്ത്, അതായത് ഒരു സാധനം വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനം വെക്കാം. ഇനി നമുക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയേഴ്സിലാണ് താർ കുറച്ചും കൂടി പ്ലഷ് ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വാഹനത്തിനെ കണ്ടപ്പോൾ എനിക്ക് എവിടെയെങ്കിലൊക്കെ G-വാഗൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ ഞാനും വിചാരിച്ചു ഇത് എവിടെയോ കണ്ട പോലെയാണെന്ന്. അപ്പോൾ ഇന്ന് ഡ്രൈവിന് എടുത്തപ്പോൾ തന്നെ മിക്ക ആളുകളും പറയാറുണ്ട്, കാരണം ഒരു 4x4 കേപ്പബിലിറ്റിയിൽ ഒരു വാഹനത്തിന് വൈറ്റ് ഇൻറ്റീരിയേഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ അത്ര ചെറിയ ട്രിക്ക് ഉണ്ട് മഹീന്ദ്ര പറയുന്ന പോലെ. സോ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയുണ്ട്? അപ്പോൾ ഐ ജസ്റ്റ് റേറ്റ് ഇറ്റ് അറൗണ്ട് 10ൽ നമുക്ക് 8 മാർക്ക് കൊടുക്കാൻ പറ്റും. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഇൻറ്റീരിയേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡാഷ്ബോർഡിൻ്റെ അകത്ത് സോഫ്റ്റ് ലെതറിൻ്റെ യൂസേജ് വിത്ത് വൈറ്റ് സ്റ്റിച്ചിങ്, അത് ഓട്ടോമാറ്റിക്കലി പ്രീമിയം ആക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താർ 5 ഡോറിൻ്റെ അകത്ത് ഇത് വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. അതുമാത്രമല്ല ഇൻഫോർടൈൻമെൻറ്റും ഡിജിറ്റലാണ്. അപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് മഹീന്ദ്ര XUV 400 അകത്ത് യൂസ് ചെയ്ത സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. കാരണം ഈ വാഹനം ഓഫ് റോഡ് സപ്പോർട്ട് ചെയ്യും. സോ ഓഫ് റോഡിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഈ വാഹനത്തിനകത്ത് ഇപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. അതിന് ഇൻഫോർടൈൻമെൻറ്റ് കേസ് നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് XUV 400 സെയിം ഇൻഫോർടൈൻമെൻ്റ് ആണ്. Adrenox വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഹാർമൻ കാർഡോൻ്റെ 9 സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട് വിത്ത് സബ് വൂഫർ. സൗണ്ട് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I'll just give around 6 out of 10. കാരണം ഞാൻ വാഹനം ട്യൂൺ ചെയ്തിട്ടില്ല. എന്നാലും ഇനീഷ്യലി എനിക്ക് കേട്ടപ്പോൾ ഒരു വൗ ഫാക്ടർ ജനറേറ്റ് ചെയ്തില്ല. കാരണം ഹാർമൻ കാർഡോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു വൗ ഫാക്ടർ ജനറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ അതെനിക്ക് താറിൻ്റെ ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടിയില്ല.
ഇനി നമുക്ക് എ സിയുടെ വെൻസ് ഒക്കെ സെയിം ആണ്, എ സിയുടെ കൺട്രോൾ സെയിം ആണ്, ഓട്ടോ എ സി ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിച്ച് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സീറ്റിന് വെന്റിലേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതായത് വാഹനത്തിൻ്റെ സീറ്റ് ഫ്രണ്ടിൽ 2 ഡ്രൈവറിനും കോ ഡ്രൈവറിനും ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് സുഖമായിട്ട് ഏത് ചൂടിലും വാഹനത്തിന് ഓടിക്കാൻ സാധിക്കും. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കേസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽസിൻ്റെ ആക്ടിവേഷൻ ഇപ്പോൾ ഇലക്ട്രോണിക്കലി ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽസ് ആക്ടിവേറ്റ് ആവും. അത് മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെറൈൻ മോഡ്സ് അവൈലബിൾ ആണ്. നോർമൽ, സ്നോ, മഡ്, സാൻഡ്. അപ്പോൾ ഓബിയസ്ലി ഇത് 4x4 ഥാറാണ്. സോ എല്ലാ മോഡും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓടിക്കുന്നത് മാനുവൽ വാഹനമാണ്. അപ്പോൾ മാനുവലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 6 സ്പീഡ് മാനുവലാണ്. അതല്ലാതെ ഓട്ടോമാറ്റിക്കലി നമുക്ക് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ കൂടി അവൈലബിൾ ആണ്. സീറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് സീറ്റ്സ് ആണ്. ഞാൻ പറഞ്ഞ വെന്റിലേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഒറ്റ പ്രശ്നമുള്ള വൈറ്റ്, അപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സ്റ്റീരിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ ക്രൂസ് കൺട്രോളും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളൊക്കെ ഉള്ള വണ്ടിയാണ്. കാരണം ഇത് എഡാസ് സ്യൂട്ടുള്ള വണ്ടിയാണ്. എഡാസ് ലെവൽ 2 കൃത്യമായിട്ട് പറഞ്ഞാൽ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെലിഫോണിക് കൺട്രോൾസ് ആണ്. ഓട്ടോമാറ്റിക് വിൻഡ്ഷീൽഡ് വൈപ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാഡ് എന്താ നോക്കിയാൽ ഭയങ്കര പ്രീമിയം ഫീലാണ്. പ്രത്യേകിച്ച് ട്വീറ്റേഴ്സിൻ്റെ ഇൻകോർപ്പറേഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്വീറ്റേഴ്സ് എത്രത്തോളം ഹൈറ്റിലുണ്ടാവും അത്രത്തോളം നല്ല രീതിക്കുള്ള ഹൈ റെസ്പോൺസ് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കും. സോ അടിപൊളി എന്നാണ് പറയാനുള്ളത്. ഈ വാഹനത്തിനകത്ത് ഏറ്റവും വലിയ 2 ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ഉറപ്പായിട്ടും ഡ്രൈവിൽ പറയാം. ഇനി റിയർ എൻഡിൽ നോക്കുകയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റാണ്. എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ആ ഒരു സീ പില്ലറിൻ്റെ അകത്ത് വന്ന എക്സ്റ്റൻഷൻ നമ്മുടെ ഹൈറ്റിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3 പേർക്ക് സുഖമായിരിക്കാം. റീസൺസ് വന്നിട്ട് താഴെ ഫ്ലാറ്റ് ഫ്ലോറാണ് വരുന്നത്. ഇനി ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 പേർക്കും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ബോൾസ്റ്റേഴ്സും ഈ വാഹനത്തിൻ്റെ റിയറിൽ വരുന്നുണ്ട്. വണ്ടി ഥാറാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. എങ്ങനെ പോയാലും 220യുടെ മുകളിൽ വരുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട. സോ ബാക്കിൽ റിയർ പാസഞ്ചേഴ്സിന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് ഇൻബിൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 4 പില്ലറിലും നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ നമുക്ക് ഫോർഡിൻ്റെ എൻഡ് വരുന്നത് ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ഫോർച്യൂണർ ഓർമ്മിപ്പിക്കും. സോ ആ ഒരു SUV ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയേഴ്സ്. ഇനി പെട്ടെന്ന് നമുക്ക് ഡ്രൈവ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഥാർ 5 ഡോർ ആയപ്പോൾ മിക്ക ആളുകൾ എന്നോട് ചോദിച്ചാൽ എന്താ വെച്ചാൽ, ചേട്ടാ ഓടിക്കുമ്പോൾ ആദ്യം പറയേണ്ട കേസ് 3 ഡോറിൻ്റെ ഒലച്ചിലുണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് ഇഫ് കമ്പയർ ടു ഒരു 3 ഡോർ ഥാർ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് യൂസ് ചെയ്ത സസ്പെൻഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡാമ്പിംഗ് ഫ്രീക്വൻസിയിലെ മാറ്റം കാരണം ഒലച്ചിൽ കംപ്ലീറ്റ്ലി പോയി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തൊരു സോഫ്റ്റനിങ് വന്നിട്ടുണ്ട്. സോഫ്റ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 3 ഡോർ ഥാറിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിക്കുള്ള ബോഡി റോൾസ് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്തൊരു 100% ബോഡി റോൾ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏകദേശം നമുക്കൊരു 60% ബോഡി റോളേ ഫീൽ ചെയ്യുള്ളൂ. ഇതാണ് കൃത്യമായിട്ടുള്ള കണക്ക്. ഇപ്പോൾ ഈ ഒരു ചാട്ടമൊക്കെ നമുക്ക് എടുത്ത് ചാടിച്ചപ്പോൾ വണ്ടി ചാടി ഒലച്ചിലുണ്ട്. പക്ഷേ ആ ഒരു കുത്തലുണ്ട്. നോർമലി 3 ഡോർ ഥാറിൻ്റെ അകത്ത് ഇടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീൽ ഇതിനകത്തില്ല. ഇത് മാത്രമേ ഉള്ളൊരു മേജർ ആയിട്ടുള്ള മാറ്റം. പക്ഷേ ആ ഒരു വോബ്ലിംഗ് നേച്ചർ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതായത് ജിംനിയിൽ കിട്ടുന്ന ആ ഒരു പ്ലാന്റഡ് ആയിട്ടുള്ള ഫീൽ ഒരിക്കലും ഥാറിൽ കിട്ടില്ല. പക്ഷേ ഥാർ കുറച്ചും കൂടി സോഫ്റ്റനാണ്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഒക്കെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് ആക്ച്വലി ഥാറിൻ്റെ ഒരു രീതി. കാരണം അപ്പോൾ ഥാറിൻ്റെ കംപ്ലീറ്റ്ലി ആ ഒരു DNA മാറ്റി കഴിഞ്ഞാൽ അതിനോട് എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. പക്ഷേ അതിനെ കുറച്ചൊന്ന് സോഫ്റ്റൻ ആക്കണമായിരുന്നു. കാരണം അങ്ങനെ സോഫ്റ്റൻ ആക്കുമ്പോഴാണ് ഇതിൻ്റെ റിയറിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് ലേമൻ പോയിന്റിലാണ് ഞാൻ പറഞ്ഞത്. സോ ഒരു 10ൽ നമുക്ക് ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മാർക്സ് കൊടുക്കാം ഇഫ് കമ്പയർ ടു ദ 3 ഡോർ ഥാർ. ഇനി ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ആ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ആസ് ഗുഡ് ആസ് 3 ഡോർ തന്നെയാണ്. നമുക്ക് കംഫർട്ടബിളി റോഡും ബാക്കിയുള്ള കാര്യം കാണാൻ പറ്റും. ഇനി എഞ്ചിൻ്റെ കേസ് നോക്കാം. ഥാറിൽ യൂസ് ചെയ്യുന്നത് 2.2 ലിറ്ററിൻ്റെ MHOK എഞ്ചിനാണ് ഡീസലിന്. അതുമാത്രമല്ല M സ്റ്റാലിൻ എഞ്ചിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2 ലിറ്ററാണ് പെട്രോളിൽ. ലൈക്ക് ഫോർ പെട്രോൾ ആൻഡ് ഡീസൽ ഏകദേശം നമുക്ക് 175 PS ഓഫ് പവറും ഏകദേശം 380 Nm ഓഫ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകത വെച്ചാൽ പ്രസൻറ്റേഷനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഏകദേശം സെയിം പവർ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ മാറ്റമുണ്ട്, ഒരു 5 Nm അല്ലെങ്കിൽ ഒരു 4 PS ഒക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഡീസലും പെട്രോളും ഒരേപോലത്തെ ഫിഗേഴ്സ് അച്ചീവ് ചെയ്യാം. സോ അത് കൃത്യമായിട്ട് ഇതിൻ്റെ എഞ്ചിനീയേഴ്സിന് കിട്ടിയിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ അകത്ത് വന്ന ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ സ്റ്റിയറിംഗ് റെസ്പോൺസിൻ്റെ കേസാണ് ഈ അടുത്തത്. അപ്പോൾ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഇഫ് കമ്പയർ ടു 3 ഡോർ ഥാർ വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിക്ക് സ്ലൈറ്റ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അധികം ഇംപ്രൂവ്മെൻ്റ് ഒന്നും അല്ല, ഒരു 5% ഇംപ്രൂവ്മെൻറ്റ്. ജസ്റ്റ് ബിക്കോസ് വാഹനത്തിൻ്റെ അകത്ത് വെയിറ്റ് കൂടിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ട്. ഥാറിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓടിക്കുന്നത് 6 സ്പീഡ് മാനുവലാണ്. ഇതല്ലാതെ ഒരു 6 സ്പീഡ് AT അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടറും കൂടി അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ
ഓഫ് റോഡിനെ കുറിച്ച് സംസാരിക്കാം. ഈ വാഹനത്തിന് മിക്ക ആളുകളും ചർച്ച ചെയ്യുന്ന സാധനമാണ് ജിംനി വേഴ്സസ് ഥാർ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജിംനിക്ക് കുറച്ചും കൂടി ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് മുതൽ അത് ഞാൻ മാറ്റി പറയേണ്ടി വരും. കാരണം ഈ വാഹനത്തിനകത്ത് കുറേ സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഓഫ് റോഡിൽ. അതെന്തൊക്കെയാണെന്നല്ലേ ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഫീച്ചറാണ് ക്രോൾ സ്മാർട്ട് അസിസ്റ്റ്. അപ്പോൾ ക്രോൾ സ്മാർട്ട് അസിസ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ മാനേജ് ചെയ്യും. അപ്പോൾ ലാൻഡ് ക്രൂസറിലൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട്. ഇങ്ങനെ 3 സ്റ്റേജസിൽ ഇതിന് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രൗൾ സ്പീഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരിക്കലും ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് പൈസ പൊട്ടിക്കണം, എന്തായാലും ഒരു 60-70 ലക്ഷത്തിന് മുകളിൽ പൊട്ടിക്കണം. സോ അത് നമുക്ക് ഥാർ റോക്സിൽ വരുന്നുണ്ട്. ഇനി അടുത്ത ഫീച്ചറാണ് ട്രെയിൽ ടേൺ അസിസ്റ്റ്. കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നും, ഭയങ്കര സിമ്പിളാണ്. കാരണം ഥാർ റോക്സ് ഒരു വലിയ വണ്ടിയാണ്. അത് 5 ഡോർ വാഹനമാകുമ്പോൾ ഉറപ്പായിട്ടും നീളം കൂടും. അപ്പോൾ നീളം കൂടുതലുള്ള വാഹനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചെറിയ ടൈനി സ്പേസിനകത്ത് ഓഫ് റോഡ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ആക്ച്വലി ജിംനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ജിംനിക്ക് ഏതൊരു ഊട് വഴിയിലും ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം വന്നതിന് ശേഷം എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് ആ ഒരു ടേണിംഗ് റേഡിയസ് കുറയ്ക്കാൻ സാധിക്കും. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആ ഒരു ഗിയറിൽ, അതായത് നമ്മൾ ആക്ച്വലി 4x4 ചെയ്യുന്ന സമയത്ത് ബൈ ചാൻസ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് 15 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഏത് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ആ സൈഡിൻ്റെ റിയർ വീൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യും. എങ്ങനെ BLD ലോക്ക് ചെയ്യുന്ന വെച്ചാൽ അതുപോലെ ലോക്ക് ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അപ്പം നമുക്കറിയുന്ന പോലെ തന്നെ ആ ഒരു ടേണിംഗ് റേഡിയസ് കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതൊക്കെ ഓഫ് റോഡിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഫീച്ചറൊന്നും ഒരിക്കലും ഞാൻ ഥാറിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി അടുത്ത ഫീച്ചറാണ്, ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽസിനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി മാനുവൽ ലോക്ക് അല്ല വരുന്നത്, ഇലക്ട്രോണിക് ലോക്ക് നമുക്ക് പറയാൻ പറ്റും. ജസ്റ്റ് ഈ സ്വിച്ച് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് വീലാണ് ട്രാക്ഷൻ ഇല്ലാത്ത ആ വീലിന് ഇതിന് ലോക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതും ഈ സെഗ്മെൻറ്റിൽ വന്നിട്ടില്ല. അത് മാത്രമല്ല ഫ്രണ്ട് വീൽസിനകത്ത് BLD വരുന്നുണ്ട്, ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ്. സോ ഇത് രണ്ടും വരുമ്പോൾ ഈ വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് കേപ്പബിൾ ഓഫ് റോഡേഴ്സ് ആണ്. മഹീന്ദ്ര ഥാർ റോക്സിൽ ഇഫ് കമ്പയർ ടു മഹീന്ദ്ര ഥാർ 3 ഡോർ വെച്ച് നോക്കുമ്പോൾ വന്ന ഏറ്റവും വലിയ മാറ്റം ഇതിനകത്ത് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. M ഗ്ലൈഡ് എന്നാണ് മഹീന്ദ്ര അതിനെ വിശേഷിപ്പിക്കുന്നത്. സോ M ഗ്ലൈഡിൽ വരുന്നത് വെച്ചാൽ വാഹനത്തിൻ്റെ ഈ ഒരു ടോർഷണൽ റിജിഡിറ്റി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി സ്റ്റിഫൻ ആയിട്ടുണ്ട്. അതായത് ഈ വാഹനം കുറച്ചും കൂടി ഗ്ലൈഡ് ചെയ്യുന്ന ഫീലാണ് റാദർ ദെൻ റൈഡ് ചെയ്യുന്ന പോലെ. സോ ഇങ്ങനെയാണ് മഹീന്ദ്ര ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 to 30% ആഡ് ഓൺ ആയിട്ടുണ്ട് ആ ഒരു ഗ്ലൈഡിങ് ഫീൽ. ഇനി സേഫ്റ്റി കേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എഡാസ് ലെവൽ 2 സ്യൂട്ട് വരുന്നുണ്ട്. സോ ഥാറിനകത്ത് എഡാസ് ലെവൽ 2 വരുമ്പോൾ വാഹനം ആക്റ്റീവ് അതുപോലെ തന്നെ പാസീവ് സേഫ്റ്റിയിൽ 10 out of 10 ആയിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിന് 100% ഷുവറാണ് ഇതിനൊരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നുള്ള കാര്യം. കാരണം ഇതിന് മുമ്പത്തെ ഥാറിന് 4 സ്റ്റാർ ഉണ്ടായിരുന്നു. സോ ഈ വാഹനം കുറച്ചും കൂടി സേഫറാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് ആസ് വെൽ ആസ് പാസീവ് സേഫ്റ്റിയും ഈ വാഹനത്തിനകത്ത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, അതുപോലെ തന്നെ റോൾ ഓവർ ആംഗിളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ഇവിടെ സംഭവിക്കും. ഈ വാഹനത്തിന് നമുക്ക് ഏത് വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. കാരണം നമുക്ക് വാങ്ങാൻ പറ്റുന്ന വാഹനത്തിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയുള്ളൊരു വാഹനമാണ് ഥാർ റോക്സ്. അത് 650 mm. ഥാറിൻ്റെ 3 ഡോറിലും സെയിം 650 mm ആണ്. ഇഫ് കമ്പയറോ വിത്ത് ജിംനി നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്നത് 300 mm ആണ്. സോ ഓബ്വിയസ്ലി പ്രത്യേകിച്ച് കേരളത്തിൽ ഇതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി NVH ലെവൽസിനകത്തിൽ വന്ന മാറ്റം. അപ്പോൾ വേലുസ്വാമി ഇതിൻ്റെ എഞ്ചിനീയർ ഭയങ്കര കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഹേർട്സും DBയിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ നോർമലി ലേബാൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു എൻജിൻ പെയിൻ്റകത്ത് സീലിംഗ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സീലിംഗ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് 2000 cc എഞ്ചിൻ ആണെങ്കിൽ പോലും അകത്തേക്ക് പ്രത്യേകിച്ച് ഡീസൽ ക്ലട്ടറൊന്നും നമുക്കകത്ത് കേൾക്കുന്നില്ല. അപ്പോൾ കൃത്യമായി DBയിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇഫ് കമ്പയർ ടു 3 Gen Thar വൺ ഓഫ് ദ റിഫൈൻഡ് ആയിട്ടുള്ള ക്യാബിനാണ്. അതായത് NVH ലെവൽ, നോയ്സ്, വൈബ്രേഷൻ, അതുപോലെ ഹാർഷ്നെസ് വെൽ സോർട്ടഡ് ആണ്. ഥാർ റോക്സിൻ്റെ ലൈറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആക്ച്വലി നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണത്. ഇപ്പോൾ ഡിം ചെയ്തു, ഞാൻ ബ്രൈറ്റ് ചെയ്തു. അതല്ല അതിനകത്ത് ഓട്ടോ ലൈറ്റിംഗ് കൂടി അവൈലബിൾ ആണ്. ഥാർ റോക്സിൻ്റെ വേർഡിക്ട് ടൈമാണ്. അപ്പോൾ ആർക്കാണ് ഥാർ റോക്സ്? അപ്പോൾ ഥാർ എന്നൊരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ വാഹനത്തിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. അതായത് മിക്ക ആളുകൾക്കും റാംഗ്ലർ വാങ്ങാൻ സാധിക്കില്ല. സോ ആ റാംഗ്ലറിൻ്റെ പ്രൊപ്പോർഷനിൽ ഏകദേശം അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് ചെയ്യുന്നൊരു വാഹനം. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഇൻ ടേംസ് ഓഫ് റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗിൽ ഉണ്ടായിരുന്നു, പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നു, ഫീച്ചർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ എടുത്തു പറയേണ്ട കേസാണ് ആ വാഹനത്തിൻ്റെ നമ്മൾ ഫ്യൂൽ അടിക്കുന്ന ലിഡ് വരെ നമുക്ക് മാനുവലി പോയി ഓപ്പൺ ചെയ്യേണ്ട അവസ്ഥയാണ്. അതായത് മാരുതി 800ൻ്റെ കാലത്തിൽ വന്ന സംഭവമാണ്. അതായിരുന്നു ഇപ്പോഴും ഥാർ 3 ഡോറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു മാറ്റമാണ് റോക്സിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഥാർ എന്നൊരു വാഹനത്തിൻ്റെ ഭംഗി ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നല്ല പ്രാക്ടിക്കാലിറ്റി വേണം, അതുപോലെ തന്നെ ഫീച്ചർ ലോഡഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആഡ് ഓൺ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു മൂഡുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പോയി ഥാർ റോക്സ് ഡ്രൈവ് ചെയ്യാം.
ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ഓൺ Thar ROX. അപ്പോൾ ഉറപ്പായിട്ടും ഈ വാഹനം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനിതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ അതുപോലെ ഒരു കമ്പാരോ റിവ്യൂ ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ അയക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഓൾ തിങ്സ് ഓട്ടോ റീൽസ് റിവ്യൂ. ബൈ ആൻഡ് ഡ്രൈവ് സേഫ്.